അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2025 നീറ്റിലെ ഫിസിക്സ് പാർട്ടിൽ തന്നെ കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താ പറയുക, ഫിസിക്സ് പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, എൻ്റെ നീറ്റിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് തന്നെ ഒരു ടഫായിട്ടുള്ളൊരു പേപ്പറാണ്. ടഫായിട്ടുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ 2-3 ക്വസ്റ്റ്യൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നാണെങ്കിൽ കുറേ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നീറ്റിനെ പറ്റി പറയുമ്പോൾ നീറ്റിനെ സംബന്ധിച്ച് എന്താ പറയുക, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവറേജ് ഒരു മിനിറ്റാണ് കിട്ടുക. അപ്പോൾ അതിൽ തന്നെ ബബിൾ ചെയ്യാൻ കുറേ ടൈം പോകും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ കൺസ്ട്രെയിൻ നോക്കുമ്പോൾ എൻ്റെ പേപ്പർ എന്താ പറയുക, അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ന് ചില ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്ത് മതിയാവും. അപ്പോൾ എന്താ പറയുക, ബാക്കി നമുക്ക് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സിലെ ബാക്കി ക്വസ്റ്റ്യൻസ് തന്നെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് കൊണ്ട് എന്തായാലും ചില ക്വസ്റ്റ്യനൊക്കെ എന്തായാലും സ്കിപ്പായി ഉണ്ടാവും. പക്ഷേങ്കിൽ പ്രശ്നമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തോളം ആയിരിക്കില്ല അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം 720 കിട്ടി തന്നെ ഒരു 10-50 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ എന്തായാലും ഇപ്രാവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സ്കിപ്പായി കുറേ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അത് പ്രശ്നമല്ല, ഓവറോൾ കട്ട് ഓഫ് വരുമ്പോൾ എന്താവും, ഭയങ്കര ലോവർ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ക്വസ്റ്റ്യനും വായിക്കാം. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യനും വായിക്കാം. കൺസിഡർ എ വാട്ടർ ടാങ്ക് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ വാട്ടർ ടാങ്ക് ഷോൺ ഇൻ ദ ഫിഗർ എന്ന് പറയുമ്പോൾ ആ ഫിഗറിൽ വാട്ടർ ടാങ്കിൻ്റെ എൻ്റയർ പോർഷൻ കാണിച്ചിട്ടില്ല, ഒരു ക്രോസ് സെക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു പകുതി ഭാഗം ഇങ്ങോട്ടുണ്ട്. അതായത് വാട്ടർ ടാങ്കിൻ്റെ ഒരു പകുതി ഭാഗം ഇങ്ങനെ ഉണ്ട്, ഫ്ലൂയിഡ് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഒരു പകുതി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇറ്റ് ഹാസ് വൺ വാൾ അറ്റ് x=L. ഒരു വാൾ x=L ഉണ്ട്, മറ്റേ വാൾ ഇപ്പുറത്തുണ്ട്. പക്ഷേങ്കിൽ അത് ഫുള്ള് കാണിച്ചിട്ടില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ടു ബി വെരി വൈഡ് ഇൻ ദ Z ഡയറക്ഷൻ. Z ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് x, ഇത് y. Z ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിൽ എന്താണ്, ആ ഒരു ടാങ്കിൻ്റെ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ടാങ്കാണ്. അതായത് ഫിഗർ നോക്കുകയാണെങ്കിൽ എങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഈ ടാങ്ക് കിടക്കുന്നത് ഇങ്ങനെയുള്ളൊരു ടാങ്കാന്ന് വിചാരിച്ചോ. ഈ ഒരു ലെങ്ത് എന്താണ്, ഭയങ്കര ലാർജ് ലെങ്ത്താണ്. അതാണ് എന്ത് വെരി വൈഡ് ഇൻ ദ Z ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പോർഷനാണ് എന്ത് ആക്ച്വലി ഈ കാണിച്ചത്. ഈ ഒരു പോർഷനാണ് എന്ത് ഈ കാണിച്ചത്, ഒരു എൻലാർജ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇതിലെന്തുണ്ട്, ഒരു ഫ്ലൂയിഡ് എന്തുണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് എന്ത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞത്. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുക. വെൻ ഫില്ലഡ് വിത്ത് എ ലിക്വിഡ് ഓഫ് സർഫസ് ടെൻഷൻ S. ഇതിലെന്തുണ്ട്, ലിക്വിഡ് ഉണ്ട്, അതിൻ്റെ സർഫസ് ടെൻഷൻ S ആണെന്ന് പറഞ്ഞാണ്. പിന്നാണെങ്കിൽ ആൻഡ് ഡെൻസിറ്റി എന്താണ് റോ എന്ന് പറഞ്ഞാണ്. ദ ലിക്വിഡ് സർഫസ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വെരി വെരി ലെസ് ദാൻ 1. അതായത് സ്മോൾ ആയിട്ടുള്ള ചെറിയ ആംഗിൾ ആണ് വിത്ത് x അറ്റ് x=L. അതാണ് എന്ത് ഇവിടെ കാണിച്ചത്, ഈ ഒരു തീറ്റ നോട്ട് എന്ന ആംഗിൾ. ഇഫ് y(x) ഇസ് ദ ഹൈറ്റ് ഓഫ് ദി സർഫസ് ദെൻ ദ ഇക്വേഷൻ ഫോർ y(x) ഈസ് എന്നാണ് ചോദിച്ചത്. അതായത് ഇതെന്തുണ്ട്, ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എന്തുണ്ട്, ഈ y ഡയറക്ഷനിലെ ഹൈറ്റ് എന്താ എക്സിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ y-ഉം x-ഉം തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചു. ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഡിഫറൻഷ്യൽ റിലേഷനാണ് ചോദിച്ചത്. ഡിഫറൻഷ്യൽ ഇക്വേഷനുള്ള കണക്ട് ചെയ്യുന്ന ആ ഒരു റിലേഷനാണ് ചോദിച്ചത്. അപ്പോൾ ആ റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുടങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കർവ് വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്ലൂയിഡ് ആണ്, ഇവിടെ എയർ ആണ്. അപ്പം ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ, ഇവിടെ എൻ്റെ എന്താ പറയുക, ഇതിൻ്റെ സറൗണ്ടിങ്ങിലെല്ലാം എന്താ ഫ്ലൂയിഡായിട്ട് സറൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഈക്വൽ പ്രഷറാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവം, ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, അപ്പോൾ അടിയിലോട്ട് ഒരു ലാർജ് പ്രഷർ വരും. ഇവിടെ എന്താണ് എയർ ആണ്, അപ്പോൾ മേലോട്ടുള്ള പ്രഷർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അടിയിലോട്ട് ഒരു ലാർജ് പ്രഷർ വരും. അപ്പോൾ ഇത് ആക്ച്വലി താഴോട്ട് പോകേണ്ടതാണ്. പക്ഷേ താഴോട്ട് പോകാണ്ട് പിടിച്ചിരുത്തുന്ന ആരാ, ഇവിടെ ഉള്ളൊരു സർഫസ് ടെൻഷനാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കർവ് വരാൻ കാരണം എന്താ പറയുക, ആ ഫ്ലൂയിഡ് എയർ ഇൻ്റർഫേസിലുള്ള ഒരു പ്രഷർ ഡിഫറൻസ് കാരണമാണ് എന്ത് ആ ഒരു കർവ് വരാൻ കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം ആ ഒരു കർവായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിന് അതായത് ജനറലി നമ്മളൊരു ആർബിട്രറി സർഫസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സർഫസാണ് ഫ്ലൂയിഡ്, എന്താ പറയുക, ലിക്വിഡ്. ഇപ്പോൾ എന്താ പറയുക, ഒരു ബീക്കറിൽ ഒരു ബീക്കറിൽ ഇപ്പോൾ വാട്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ വാട്ടറിൻ്റെ ഇവിടെ എന്താ പറയുക, ഒരു സർഫസ് കിട്ടും. മേലെ എയറും ഇവിടെ വാട്ടറും ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ പറയുക, ആ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം എന്താവും, ഇവിടെ ഒരു ചെറിയൊരു കർവ് വരും. അപ്പം ഈ ഒരു സർഫസ് ആണ് ഇങ്ങനെയുള്ള ഒരു സർഫസ് ആണ് ഈ വരച്ചെന്ന് വിചാരിച്ചോ. അതായത് ഒരു ആർബിട്രറി സർഫസ്, ഈ ഒരു കേസല്ല, ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു സർഫസ് ആണ് വിചാരിച്ചോ.
അപ്പോൾ ഇവിടെ പ്രഷർ ഡിഫറൻസ് കാരണം ഇവിടെ മേലോട്ട് നിന്നൊരു P1 എന്ന് പറഞ്ഞ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, താഴോട്ട് നിന്നുണ്ട് P2 എന്ന് പറഞ്ഞ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഒരു ΔP, അതായത് ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് ΔP. അത് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻറ്റു 1/R1 + 1/R2 എന്ന് പറയാം. ഈ R1 R2 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സർഫസ് ആയി വിചാരിച്ചോ. അപ്പം ഇങ്ങനൊരു പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കർവിന് എന്തുണ്ടാവും, ഇവിടെ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും. അതാണ് ഈ R1 എന്ന് പറഞ്ഞത്. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും. അതാണ് എന്ത് ഈ R2 എന്ന് പറയുന്നത്. അപ്പോൾ ആ ΔPയും ഈ റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ΔP = S × 1/R1 + 1/R2 എന്നുള്ള റിലേഷൻ ഓർക്കുക. ഇത് ജനറലായിട്ട് പഠിക്കാനാണ്, നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഇതിൽ നമുക്ക് ബാക്കിയുള്ള കേസെല്ലാം ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലിക്വിഡിൻ്റെ ഡ്രോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ സർഫസ് ഇവിടെയുള്ള സർഫസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആർബിട്രറി സർഫസ് കൊടുത്ത് ഈ ഒരു ഡ്രോപ്പിനെ സംബന്ധിച്ച് ഇതിൻ്റെ സർഫസ് എന്താ ഒരു സ്ഫിയർ ആയിട്ടാണ് വരിക. അപ്പോൾ ആ സ്ഫിയർ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഈ ഒരു ഇതിൽ നമ്മൾ പിന്നെ എന്താ പറയുക റേഡിയസ് ഓഫ് കർവേച്ചർ എടുത്തിട്ടുണ്ട്, അതും റേഡിയസ് വരിക. ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് റേഡിയസ് തന്നെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്ത് വരും, ΔP = S × 1/R + 1/R എന്ന് വരും. ഇത് ഈക്വൽ എന്താ വരിക, 2S/R എന്ന് വരും. അതായത് ΔP = 2S/R എന്ന് വരും. അതായത് ഇതാണ് എൻ്റെ ജനറൽ എക്സ്പ്രഷന്. ഇതിൽ എന്താക്കുക, പിന്നെ ബാക്കിയെല്ലാം ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബാക്കി ഈ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ സാധനം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഈ R1 എന്താ R2 എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു ടാങ്ക് ഉണ്ട്. ടാങ്ക് ഇങ്ങനെ കിടക്കുക, ഇങ്ങോട്ട് നിന്നുണ്ട് ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് ഉണ്ട്, വെരി ലാർജാന്ന് പറഞ്ഞ് കമ്പയർ ടു ബാക്കി എക്സും വൈയും നോക്കുകയാണെങ്കിൽ ഈ Z ഡയറക്ഷൻ വെരി ലാർജാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ ഒരു സാധനം വരും. നമ്മളെ ഈ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ലിക്വിഡ് ഉണ്ട്, ഇവിടെ എന്തുണ്ട് എയർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ വരിക, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇൻ്റർഫേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ വരും. ഇങ്ങോട്ട് നിന്നുണ്ട് ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. വേണമെങ്കിൽ അടുത്തൊരു പേജ് മേടിക്കാം. അതായത് ഇതാണ് നമ്മുടെ കേസിലെ ആ ഒരു ഇൻ്റർഫേസിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നോക്കുകയാണെങ്കിൽ എന്താവും, ഒരു റേഡിയസ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഒരു R1 വരും. ഇനി നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ റേഡിയസ് ഓഫ് കർവേച്ചർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ വളരെ ഈ Z ഡയറക്ഷനിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് വരും, ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നോക്കുകയാണെങ്കിൽ വളരെ ലാർജാണ് വരിക. അപ്പോൾ നമ്മളെ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ΔP = എന്ത് വരും, സർഫസ് ടെൻഷൻ ഇൻറ്റു 1/R + 1/∞ എന്ന് വരും. അതായത് ΔP = എന്ത് വരും, ΔP = S × 1/R എന്ന് വരും. അതായത് ആ ചേഞ്ച് ഇൻ പ്രഷർ = S × 1/R എന്ന് വരും. ഈ R ഉദ്ദേശിച്ചത് എന്താ, ഈ ഒരു കർവിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറാണ്. അപ്പം ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ ഇങ്ങനെ പോവുക. അതായത് ഇതെന്ന് പറയുന്നത് X ആണ്. അപ്പോൾ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ, ഈ Y-യും X-ഉം തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ ഉണ്ട്. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ എന്താ വരിക, 1 + dy/dx ഹോൾ സ്ക്വയർ ഇതിൻ്റെ ഹോൾ റേസ് ടു 3/2 /d²y/dx² എന്ന് വരും. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ dy/dx അതിൻ്റെ ഒരു ഹോൾ സ്ക്വയർ, ഇവിടെ ഒരു പുറത്ത് എന്തുണ്ട് ഒരു 1 ഉണ്ട്, നോൾ ബ്രാക്കിൽ 3/2 ഉണ്ട്, അടിയിൽ എന്തുണ്ട് d²y/dx² ഉണ്ട്. ഈ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നീറ്റിന് പഠിക്കുന്ന കുട്ടി ഫർദർ മാത്സ് അങ്ങനെ പഠിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ ഒന്നും എന്തായാലും ചോദിക്കില്ലാന്നുള്ളതിൽ നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക, അത്യാവശ്യം ടഫുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ΔP = എന്താ വരിക, ΔP = S × 1/R. 1/R പകരം എന്ത് കൊടുക്കുക, ഈ R = 1 + dy/dx ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 /d²y/dx² എന്ന് കിട്ടി.
അപ്പോൾ നമുക്ക് 1/r ഈക്വൽ ടു എന്ത് വരും? 1/r ഈക്വൽ ടു നേരെ എന്താക്കി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഞാൻ ജസ്റ്റ് എന്താ മേലോട്ട് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ പി ഈക്വൽ ടു നമ്മൾ എന്താ പറയുക, എസ് ഇൻറ്റു 1/rന് പകരം d²y/ dx² ഓൾ ഡിവൈഡഡ് ബൈ 1 + dy/dx ഓൾ സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്ന് പറയാം. ഇവിടെ നമുക്കൊരു അപ്രോക്സിമേഷൻ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് തീറ്റ എന്താണ്, വളരെ സ്മോൾ ആണെന്ന് പറഞ്ഞത്. തീറ്റ ഒന്ന് വെരി വെരി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞത്. പിന്നാണ് തീറ്റ എന്താ സൈൻ തീറ്റ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുക. അതായത് സൈൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ നമ്മൾ അപ്രോക്സിമേഷൻ എടുക്കപ്പോഴാണ് തീറ്റ വെരി സ്മോൾ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈൻ തീറ്റ വാല്യൂ എന്ത് ചെയ്യും? സൈൻ തീറ്റ വാല്യൂ ആയാലും ടാൻ തീറ്റ വാല്യൂ എന്താ വെരി സ്മോൾ ആക്കി വരിക. അതായത് തീറ്റ കൂടുന്നതിനനുസരിച്ച് സൈൻ തീറ്റയും ടാൻ തീറ്റയും എന്താ ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പം തീറ്റ സ്മോൾ ആകുമ്പോൾ എന്താകും? ടാൻ തീറ്റ സ്മോളാന്ന് പറയാം. അപ്പോൾ ടാൻ തീറ്റ സ്മോളാന്ന് പറയുന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ? സ്ലോപ്പാണ്. അതായത് dy/dx ആണ്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ dy/dxൻ്റെ വാല്യൂ എന്താണ്? വളരെ ചെറിയ വാല്യൂ ആണ് അർത്ഥം. അപ്പോൾ dy/dxൻ്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ dy/dxൻ്റെ ഓൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓൾറെഡി ചെറിയൊരു വാല്യൂ. അപ്പോൾ അതിനൊന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? ഒന്നുകൂടിയും ചെറുതാവും. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ ടേം എന്താകുക? നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ആ കേസിൽ അടിയിൽ എന്ത് വരും? ജസ്റ്റ് ആ 1 മാത്രം വരും. മേലെ എന്ത് വരും? d²y/dx² വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി ചുരുങ്ങും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇക്വേഷന് ഡെൽറ്റ പി ഈക്വൽ ടു എസ് ഇൻറ്റു d²y/dx² എന്ന് വരും. ഇങ്ങനെ തന്നെ അല്ലേ വരിക? ഓക്കെ, ഇങ്ങനെ തന്നെ വരും. ഇനി നമുക്ക് ഡെൽറ്റ പി എന്താ കൊടുക്കുക? ഇതെന്താണ്? അനങ്ങാണ്ടിരിക്കുന്ന ലിക്വിഡ് ആണ്. അപ്പോൾ അനങ്ങാണ്ടിരിക്കുന്ന ലിക്വിഡിൽ ഡെൽറ്റ പിൻ്റെ വേരിയേഷൻ എന്താ? ρg ടൈംസ് ഹൈറ്റ് വരും. ഇവിടെ ഹൈറ്റ് എന്താ? y ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ പിക്ക് അവിടെ എന്ത് കൊടുക്കുക? ρg ഇൻറ്റു y എന്ന് കൊടുക്കുക ഈക്വൽ ടു എസ് ഇൻറ്റു d²y/dx² എന്ന് വരും. അപ്പോൾ നമ്മുടെ റിക്വയർഡ് റിലേഷൻ എന്താ വരിക? ഈ ഒരു റിലേഷൻ കിട്ടും. അതായത് ρg y ഈക്വൽ ടു എസ് ഇൻറ്റു d²y/dx² തന്നെ. അപ്പോൾ നമ്മൾ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് പറയാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കർവ് വൈയും എക്സും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തെന്ന് കാണണം. അപ്പോൾ വൈയും എക്സും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തെന്ന് കാണണം. അപ്പം ഇവിടെ എന്താ ഈ കർവ് വരാൻ കാരണം നമുക്ക് ആദ്യം എന്ത് മനസ്സിലാക്കുക? ഈ ലിക്വിഡിൻ്റെ ഇവിടെ പ്രഷർ കൂടുതൽ വരും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്താ പറയുക? അടിയിലോട്ട് എന്താ പറയുക? ഇവിടെ ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പ് വരും. അതായത് പ്രഷർ കൂടുന്ന, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രഷർ എന്താ പറയുക, നെറ്റ് പ്രഷർ ഇങ്ങോട്ടാണെങ്കിൽ ഇത് എന്തോന്ന് കർവ് ഇങ്ങനെ വരും. അതായത് കോൺകേവ് സൈഡിൽ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും മനസ്സിലാക്കുക. അതായത് താഴോട്ട് കോൺകേവ് സൈഡിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താ? താഴോട്ട് പ്രഷർ കൂടുതലാണ്. ഇത് താഴോട്ട് പോകാണ്ട് കീപ്പ് ചെയ്യുന്ന ആരാ? മേലുള്ള സർഫസ് ടെൻഷനാണ്. അപ്പം സർഫസ് ടെൻഷനായിട്ട് സംഭവം കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ സർഫസ് ടെൻഷനും ആ ഡെൽറ്റ പിയും കണക്ട് ചെയ്യുന്ന ജനറൽ ഇക്വേഷൻ എന്താ? ആ ഒരു റിലേഷൻ, അതായത് ഡെൽറ്റ പിക്ക് എസ് ഇൻറ്റു 1/r1 + 1/r2 എന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതാണ് നമ്മളെ കേസ്. അപ്പോൾ ആ കേസിൽ ഈ ഇതിൻ്റെ റേഡിയസ് കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ r വരും. പക്ഷെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക? ഈ ഒരു സർഫസിൻ്റെ റേഡിയസ് കർവേച്ചർ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇൻഫിനിറ്റി വരും. z എന്താ പറയുക? വെരി ലാർജ് അതിനെ കൊണ്ട്. അപ്പോൾ 1/r2 നമുക്ക് എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ പിക്കുള്ള എസ് ഇൻറ്റു 1/r ആയിട്ട് ചുരുങ്ങും. അപ്പോൾ 1/r എന്ന് പറയുമ്പോൾ എന്താ? ഈ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ അത് മാത്തമാറ്റിക്കലി വൈയും എക്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി? ആ ഒരു റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ എന്താക്കി? ഇവിടെ നിന്ന് പുട്ട് ചെയ്ത്. അപ്പോൾ അതെന്താക്കി? ഡെൽറ്റ പിക്കുള്ള എസ് ഇൻറ്റു 1/r അവിടെ കൊടുത്ത്, പിന്നെ dy/dx സ്മോൾ ആയിക്കൊണ്ട് അതിൻ്റെ സ്ക്വയർ വാല്യൂ എന്താവും? 0ലേക്ക് പോകും. അപ്പോൾ ജസ്റ്റ് അടിയിൽ 1 വന്ന്, അപ്പം ലാസ്റ്റ് നമ്മളെ എന്ത് വരും? ρg y ഈക്വൽ ടു എസ് ഇൻറ്റു d²y/dx² എന്ന് വരും. അപ്പോൾ ഏതാ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ρg y ഈക്വൽ ടു എസ് ഇൻറ്റു d²y/dx² അല്ല. അപ്പോൾ d²y/dx² ρg y/s എന്ന് വരും. അതായത് ഈ കൊടുത്ത ഓപ്ഷനിൽ ഓപ്ഷൻ 4 മാച്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. കുറച്ച് മാത്സ് ഉണ്ട്, കുറച്ച് എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നാണെങ്കിൽ ആ ഒരു പ്രഷറിൽ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. എന്തായാലും ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുക ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.